കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ റിക്കവറി കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും 20 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്കുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തു. 23,200 നിന്നും 23,900 എന്ന ലെവലിലേക്കുള്ള ഒരു നീക്കമാണ് ഇൻഡെക്സ് നടത്തിയത്. കഴിഞ്ഞ ദിവസം മാത്രം 2.4% മാർക്കറ്റ് ഉയരുകയും ചെയ്തു. 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷമാണ് ഇൻഡെക്സ് 20 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 24,000 എന്ന ലെവലിലേക്ക് നീങ്ങിയത്. 24,050 എന്ന റെസിസ്റ്റൻസിനെ മറികടക്കുകയാണെങ്കിൽ 24,500 വരെ മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര ഇലക്ഷനിൽ BJP ജയിച്ചതിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇൻഡെക്സ് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിലെ ചില മാർക്കറ്റ് ലീഡർ സ്റ്റോക്കുകളെയും നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന 3 മാർക്കറ്റ് ലീഡർ സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസിന് പല അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. സ്റ്റോക്കിനെ 1,230 1,270 ഇടയിൽ അക്യുമുലേറ്റ് ചെയ്ത് 1,185 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് 1,374 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിളാണ്. കൂടാതെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേണും അട്രാക്റ്റീവാണ്. ഇലിയോട്ട് വേവ് 5 രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സ്റ്റോക്കിൽ ബൈയിങ്ങിൻ്റെ സിഗ്നൽ നൽകുന്നുമുണ്ട്. സ്റ്റോക്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്കാണ്. കൂടാതെ ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റവും സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസിന് JP മോർഗനും മോർഗൻ സ്റ്റാൻലിയും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിഫൈനറി മാർജിൻ ഇംപ്രൂവ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് JP മോർഗൻ 1,468 രൂപയുടെ ടാർഗറ്റും മോർഗൻ സ്റ്റാൻലി 1,600 രൂപയുടെ ടാർഗറ്റും റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകിയിരിക്കുന്നത്. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അട്രാക്റ്റീവ് ലെവലിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നാൽ 1,400, 1,500, ഈവൻ 1,600 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4% ഉയർന്ന് മികച്ച റിക്കവറിയുടെ സൂചനയാണ് നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 814 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 10.16, ഡിവിഡൻഡ് ഈൽഡ് 1.68%. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി SBIക്ക് ബൈ എന്ന റേറ്റിംഗും 1,030 രൂപയുടെ ടാർഗറ്റും നൽകി. ജെഫ്രീസിൻ്റെ റാഷണൽസ് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ ലോൺ ടു ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ LDR റേഷ്യോ ഇംപ്രൂവ് ആയി. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ മൊമെൻറ്റം ഗെയിൻ ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി 10 മുതൽ 11% ഡെപ്പോസിറ്റ് ഗ്രോത്തും 14 മുതൽ 16% ക്രെഡിറ്റ് ഗ്രോത്ത് ഗൈഡൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും പെർഫോമൻസ് മികച്ചതായിരുന്നു. കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റ് 28% വർദ്ധിച്ച് 18,331 കോടിയും കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകം 5.3% വർദ്ധിച്ച് 41,620 കോടിയുമായി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഗ്രോസ് അഡ്വാൻസ് 14% ഉയരുകയും ഡെപ്പോസിറ്റ് 9% വർദ്ധിക്കുകയും ചെയ്തു. പൊതുമേഖലാ ബാങ്കിംഗ് സെക്ടറിലെ മാർക്കറ്റ് ലീഡറായ SBI 816 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും അപ്സൈഡ് മൊമെൻറ്റം തുടരുകയാണെങ്കിൽ 850, 875, 900 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ബോട്ടം ലെവലിൽ നിന്നുള്ള ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ പാറ്റേണാണ് വന്നത്. 775 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കും ഒരു സ്ട്രോങ് ബോട്ടം ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 332 ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസിനെ ഡിസിസീവ്ലി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബ്രേക്ക് ചെയ്തു. 310 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷമാണ് പവർ ഗ്രിഡ് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നത്. ഇവിടെ നിന്നും 350, 360 പോലുള്ള ടാർഗറ്റ് പവർ ഗ്രിഡിൽ എയിം ചെയ്യാവുന്നതാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് റിഫൈനറി ആൻഡ് ഓയിൽ ആൻഡ് റിഫൈനറി സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുമേഖലാ ബാങ്കിംഗ് സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനി. പവർ ഗ്രിഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ കമ്പനി. ഈ 3 കമ്പനികളും മാർക്കറ്റ് ലീഡർ സ്റ്റോക്കുകളാണ്. കൂടാതെ ഇൻഡെക്സിൽ ഒരു റിക്കവറി വരികയാണെങ്കിൽ ഈ സ്റ്റോക്കുകളിലും മികച്ച അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്